അശ്ലീല സന്ദേശവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടാൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് കോൺഗ്രസിൽ ഭീതി. നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട്ട് വൻ തിരിച്ചടി നേരിടുമെന്നും നേതൃത്വത്തിന് വല്ലാത്ത ആശങ്ക. ഉപതെരഞ്ഞെടുപ്പ് ഫലം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ബാധിച്ചേക്കുമെന്നും നേതൃത്വം വിലയിരുത്തുകയാണ്. അതേസമയം രാഹുൽ രാജിവെച്ചാൽ എതിരാളികൾക്ക് മേൽ മുൻതൂക്കം കിട്ടുമെന്നാണ് വി.ഡി. സതീശന്റെ ഒരു പ്രതീക്ഷ. അതേസമയം പൊതുപരിപാടികളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അടൂരിലെ വീട്ടിൽ കഴിയുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പൊതുപരിപാടികളൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും അതുപോലെ അടൂരിൽ നിന്ന് എ.വി. ജയശങ്കറും തത്സമയം ചേരുന്ന വിവരങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. എ.വി. ഗുഡ് മോർണിംഗ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഉമേഷ്, ശരിക്കും ഈ വല്ലാത്ത പുലിവാലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനം പിടിച്ചിരിക്കുന്നത്. യു.ഡി.എഫിനും പിടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പെങ്ങാനും വന്ന് ബി.ജെ.പിക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ലെന്ന ചിന്താഗതിയിലാണ് പല കോൺഗ്രസ് നേതാക്കളും. എന്താണ് ഇന്ദിരാഭവനിൽ ഇപ്പോൾ നടക്കുന്ന സംഭാഷണങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കേൻ. നിലവിൽ ഒരു പ്രതിസന്ധി ഇത് തന്നെയാണ്. കാരണം ഇന്നത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇനി 9 മാസം ഈ സർക്കാരിന് കാലാവധിയുണ്ട്. സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന എം.എൽ.എക്ക് കുറഞ്ഞത് 6 മാസമെങ്കിലും ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകണം. രാജിവെച്ച് 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും വേണം. ഇതാണ് ഒരു കീഴ്വഴക്കം. പക്ഷേ ബി.ജെ.പി അടക്കം കേന്ദ്രത്തെ സ്വാധീനിച്ച് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ രാജിവെച്ചാൽ അത് വളരെ വേഗത്തിൽ, അതായത് 2 മാസത്തിനകം തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി അപ്പോൾ ജയിക്കുന്ന എം.എൽ.എക്ക് വീണ്ടും 6 മാസം കൂടി ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കും. ആ രീതിയിൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. ഒപ്പം ഷാഫി അടക്കം രാഹുലിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് പോലും ഷാഫിയുടെ സ്ഥാനാർത്ഥി നിർത്തി അവിടെ ജയിപ്പിക്കുക പ്രയാസമാണ് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. ആ സാഹചര്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്നുള്ള ആവശ്യത്തിൽ ചെറിയൊരു ആശങ്ക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് നേതൃത്വത്തിനിടയിലും ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വവും രാഹുലിന്റെ രാജി നിലവിൽ വേണ്ട എന്നുള്ള നിലപാടിലാണ്. പക്ഷേ വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കടുത്ത നിലപാടിലാണ്. ഇത്തരത്തിൽ രാഹുലിനെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകില്ല. അത്തരത്തിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുക പ്രയാസമാണ്. എന്നാൽ ഇപ്പോൾ രാഹുൽ രാജിവെച്ചാൽ സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് മേൽക്കൈ നേടിത്തരും. ഒപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. സ്വാഭാവികമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും കൃത്യമായ മേൽക്കൈ നേടാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ള വിലയിരുത്തലും ആ അവകാശവാദത്തിലുമാണ് വി.ഡി. സതീശൻ പക്ഷം. എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾക്കും ഇതേ അഭിപ്രായമുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതില്ല, അദ്ദേഹം പാർട്ടി പദവി രാജിവെച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെച്ചിട്ടുണ്ട്, അത് മതി എന്നുള്ള നിലപാടിലാണ്. മറ്റ് എന്തെങ്കിലും നടപടികൾ ഏതെങ്കിലും നിയമപരമായി പരിശോധിച്ച് ഏതെങ്കിലും നിയമ നടപടികളുടെ ഭാഗമായി ഒരു കുറ്റക്കാരനാണ് തെളിഞ്ഞ ശേഷം മാത്രം മതി എം.എൽ.എ. സ്ഥാനം രാജി എന്നുള്ള നിലപാടിൽ ഷാഫി പറമ്പിൽ നിൽക്കുന്നു. സ്വാഭാവികമായി ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന യുവ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും. എസ്.കെ.എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.